എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങ ദോശയും മുളക് ചമ്മന്തിയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ 2.5 ഗ്ലാസ് പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് ഉഴുന്നിന് 2.5 ഗ്ലാസ് പച്ചരി എന്ന കണക്കിനാണ് ഇട്ട് കൊടുക്കുന്നത്. ദോശ വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1.5 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തു. ഇത് ഇനി ഒരു 3 വെള്ളം കഴുകി വെള്ളം ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു 2-3 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിനി മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. തീരെ കട്ടിയല്ലാത്തൊരു പാകത്തിന് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. എല്ലാം അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് ഉഴുന്ന്, 2.5 ഗ്ലാസ് അരി, 1 ഗ്ലാസ് ചോറ് എന്ന കണക്കിനാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 6-8 മണിക്കൂർ വരെ അത് പുളിപ്പിക്കാൻ വയ്ക്കാം. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും അത് പെർമനൻ്റ് ആവാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. ഇത് 6 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുളക് ചമ്മന്തിക്ക് വേണ്ടി ഒരു ഇരുമ്പ് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വറ്റൽമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വരുന്ന ഒരു പാകത്തിന് എടുക്കാവുന്നതാണ്. ഇത് മിക്സിയിലിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യുള്ളൂ. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് മാവ് ദോശക്കല്ലിൽ പരത്തി അതിലേക്ക് 2 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് തേങ്ങ ദോശ ഉണ്ടാക്കി തന്നിരുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് 1/2 സ്പൂണ് മാവ് ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും കഴിക്കാൻ നല്ലതാണ്. വേണമെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇനി മുളക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മിക്സിയിലേക്കിട്ട് ഒന്ന് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ദോശയെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക. ദോശയുടെ മുകളിലേക്ക് തേങ്ങയിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. മുളക് ചമ്മന്തി ഈ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കേണ്ടത്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ഇത് ദോശയോടൊപ്പം കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. ആവശ്യത്തിനുള്ള ദോശ ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.